ഹലോ ചോദ്യം ഒന്ന്, നിങ്ങൾ സോളാർ വെക്കാമെന്ന തീരുമാനം കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോളാർ വെക്കണം. പിന്നെ നിങ്ങൾ എന്ത് വർത്താനം പറയണത്? സോളാർ നിങ്ങൾ ഇത് എന്താ ഇപ്പൊ 12,000 രൂപ കറണ്ട് ബില്ലെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നില്ല. എന്റെ ചോദ്യം, ഏത് വ്യക്തിക്കാണോ സോളാർ കറക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും സോളാർ കറക്റ്റ് ആണോ? എല്ലാവർക്കും വേണ്ട. കാരണം ഒരു 3000 മന്ത്ലി ഒരു 6000-7000 ബില്ല് വരുന്ന ആൾക്കാർക്ക് മതിയാവും. മേ ബി എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. 1000-1200 രൂപയൊന്നും വേണ്ട. കാരണം എക്സ്പെൻസ് കൂടി വരികയല്ലേ ഇതിന്റെ, അല്ലേ? ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് ഒത്തിരി സ്കീംസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇത് എപ്പോഴും പെർമനന്റ് ആയിട്ട് ഇന്ന മന്ത്ലി ബില്ലിൽ കൂടുതലാണെങ്കിൽ മാത്രമേ സോളാർ വെക്കുന്നത് വയബിൾ ആകുള്ളൂ എന്ന് പറയുന്നത് ഓരോ കാലത്തിലും ഓരോ നമ്പറാണ്. കുറെ നാള് മുന്നേ അത് 4000 രൂപയായിരുന്നു, ഇപ്പൊ 4500 രൂപ എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു. അപ്പൊ ഇന്ന നമ്പറാണ് കറക്റ്റ് എന്നുള്ളതല്ല. പക്ഷെ എനിക്കാകെ പറയാനുള്ളത്, സോളാറിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എത്രയോ കൊല്ലം കൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് തിയറി. അത് തിരിച്ചു പിടിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് നേരിട്ട് അറിയാം. ഞാൻ ചെയ്ത പ്രോജക്റ്റുകളിലും അത് വാസ്തവമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. സോളാർ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് അതിലോട്ട് എടുത്തു ചാടരുത്. കൃത്യമായ ഒരു അവലോകനം നടത്തിയതിന് ശേഷമേ വരുള്ളൂ. ഭൂരിഭാഗം കേസിലും സോളാർ വയബിൾ ആയിരിക്കും. കാരണം ഇപ്പൊ എസ്പെഷ്യലി ഇലക്ട്രിക് കാറും കൂടെ വരുമ്പോഴേക്കും ഒരു വയബിൾ ആവുന്ന ഒരു സാധനമാണ്.